കായംകുളം നിയമസഭാ മണ്ഡലത്തിലും മികച്ച പോളിംഗ് ആണ് നടന്നത്. 75.71% പോളിംഗ്. ഫലം മെയ് 4 വരാനിരിക്കെ മുന്നണികൾ കണക്കുകൂട്ടൽ നടത്തുന്നതിന്റെ തിരക്കിലാണ്. ഭേദപ്പെട്ട പോളിംഗിനെ ആസ്പദമാക്കി വിജയ അവകാശവാദം ഉന്നയിക്കുന്നതിലും മുന്നണികൾ സജീവമാണ്. കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 75.71% പോളിംഗ് രേഖപ്പെടുത്തിയത്. എന്നാൽ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വലിയ ഒരു ശതമാനമാണ് ഇത് എന്ന് പറയാനുമാവില്ല. 2021 75.47% പോളിംഗ് രേഖപ്പെടുത്തിയത്. 2016 77.13% 2011 76.70% പോളിംഗ് രേഖപ്പെടുത്തി. കായംകുളം നഗരസഭ പത്തിയൂർ, ദേവികുളങ്ങര, കണ്ടല്ലൂർ, ചെട്ടികുളങ്ങര, ഭരണിക്കാവ്, കൃഷ്ണപുരം എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് കായംകുളം മണ്ഡലം. നഗരസഭാ പരിധിയിലും ഗ്രാമപഞ്ചായത്തുകളിലും മികച്ച രീതിയിൽ തന്നെ പോളിംഗ് ഉണ്ടായെന്നാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് ഇരുമുന്നണികൾക്കും വിജയ അവകാശവാദത്തിന് ഇട നൽകിയിട്ടുണ്ട്. NDA ആകട്ടെ തങ്ങൾ നിർണായക ശക്തിയായി മാറുമെന്നും പ്രതീക്ഷിക്കുന്നു. മികച്ച വിജയം തന്നെ ലഭ്യമാകുമെന്ന് LDF നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം, ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തത് എന്നിവയൊക്കെ LDFന് അനുകൂലമാണെന്നും നേതാക്കൾ പറയുന്നു. സ്ഥാനാർത്ഥി പ്രതിഭയ്ക്കുള്ള വ്യാപകമായ സ്വീകാര്യത LDFന് മുതൽക്കൂട്ടായിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. അതേസമയം സംസ്ഥാനത്താകമാനമുള്ള UDF തരംഗം കായംകുളത്തും ആഞ്ഞു വീശിയിട്ടുണ്ടെന്നാണ് UDF നേതാക്കൾ പറയുന്നത്. ഭരണവിരുദ്ധ വികാരം എവിടെയും ദൃശ്യമായിരുന്നു. സർക്കാരിനെതിരെയുള്ള ഇടതുമുന്നണി പ്രവർത്തകരുടെ പോലും നിഷേധ വോട്ടുകൾ UDF സ്ഥാനാർത്ഥി M. ലിജുവിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന നിലയിലേക്ക് എത്തും. UDF നേതാക്കൾ പറയുന്നത് 2000 മുതൽ 5000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷം ഉറപ്പാണെന്നാണ്. ഒരുപക്ഷെ 5000 കവിഞ്ഞും ഈ ഭൂരിപക്ഷം പോകാനിടയുണ്ടെന്നും നേതാക്കൾ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു. UDFന് അനുകൂലമാണ് നഗരസഭ. കണ്ടല്ലൂർ, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിലുള്ള മേൽക്കൈയും ലിജുവിനുള്ള സ്വീകാര്യതയും ലിജുവിന്റെ പ്രതിച്ഛായയുമൊക്കെ UDFന് അനുകൂല ഘടകങ്ങളാണെന്നും നേതാക്കൾ പറയുന്നു. കായംകുളം മണ്ഡലത്തിലും മാറാത്തത് മാറും എന്നാണ് NDA നേതാക്കളുടെ പക്ഷം. അട്ടിമറി വിജയമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് NDA നേതാക്കൾ പറയുന്നു. NDA നിർണായക ശക്തിയാകും എന്നുള്ളത് ഉറപ്പാണെന്നും നേതാക്കൾ പറഞ്ഞു. BJPയുടെ സ്വീകാര്യത ഒരിക്കൽ കൂടി വ്യക്തമായ തെരഞ്ഞെടുപ്പാണിതെന്നും നേതാക്കൾ പറയുന്നു. മറ്റ് സ്ഥാനാർത്ഥികൾ ഈ മണ്ഡലത്തിൽ ഉള്ളവരല്ല എന്നുള്ളതും NDA സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിലെ വോട്ടറാണ് എന്നുള്ളതും വിജയത്തിലേക്ക് നയിക്കുന്ന ഘടകമാകുമെന്നും പറയുന്നു. ഏതായാലും മെയ് 4 ഫലം വരാനിരിക്കെ മുന്നണികൾ കൂട്ടലിലും കിഴിക്കലിലും മുഴുകുകയാണ്. CDNet ന്യൂസ്, കായംകുളം.